BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തെ വ്യവസായ മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് ഏറ്റവും പുതിയ കണക്കുകൾ. വ്യവസായ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ബഹ്റൈനിൽ കഴിഞ്ഞ വർഷം 38 പുതിയ ഫാക്ടറികൾ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ മൊത്തം ഫാക്ടറികളുടെ എണ്ണം ഇപ്പോൾ 857 വ്യാവസായിക മേഖലയിലേക്ക് വന്ന നിക്ഷേപത്തിലും ഗണ്യമായ വർധനയുണ്ട്. നിക്ഷേപം 3.7 ബില്യൺ ദിനാർ കവിഞ്ഞു. വ്യവസായ മേഖലയ്ക്കായി 14.5 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലമാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതിന്റെ 90% ഇപ്പോൾ വ്യവസായങ്ങൾ പ്രവർത്തിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി സർക്കാർ വ്യാവസായിക മേഖലകൾക്കായി കൂടുതൽ സ്ഥലം നീക്കിവെക്കാനൊരുങ്ങുകയാണ്. വ്യാവസായിക മേഖലയിൽ വാടകയിൽ നിന്നുള്ള വാർഷിക വരുമാനം 14.5 ദശലക്ഷം ദിനാറിലെത്തി. വ്യാവസായിക പ്ലോട്ട് വാടക കരാറുകൾക്ക് മന്ത്രാലയം നിശ്ചിത നിരക്ക് പ്രഖ്യാപിച്ചു. ഇത് വാടക നിരക്കിൽ സുതാര്യതയും സ്ഥിരതയും ഉറപ്പാക്കുന്നു. വ്യാവസായിക പ്രവർത്തനത്തിന്റെ തരമനുസരിച്ച് വാടക നിരക്കുകൾ വ്യത്യാസപ്പെടും. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ പ്രതിവർഷം ഒരു ചതുരശ്ര മീറ്ററിന് 1 ദിനാർ എന്ന നിരക്കിൽ 25 വർഷത്തെ പാട്ടക്കാലാവധിക്കാണ് സ്ഥലം നൽകുന്നത്. ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ പ്രതിവർഷം 1 ചതുരശ്ര മീറ്ററിന് 4 ദിനാർ എന്ന നിരക്കിൽ 15 വർഷത്തേക്കാണ് പാട്ടത്തിന് നൽകുന്നത്. വ്യവസായ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹ്റൈൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഇൻഫ്രാസ്ട്രക്ചർ നവീകരണം, അമേരിക്കൻ ട്രേഡ് സോൺ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2024 സെപ്റ്റംബറിൽ ഇവ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മലിനജല നിർഗമന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതി 2025 ഡിസംബറോടെ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു. 10.2 ദശലക്ഷം ദിനാർ ചെലവ് വരുന്ന പദ്ധതിയാണിത്. സൗത്ത് ഹീത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. 12 ദശലക്ഷം ദിനാർ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനാമ ഈസ അൽ കബീർ റോഡിൽ കടകളിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് അണച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ആർക്കും പരിക്കോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. ക്ലിയറൻസ് ലഭിക്കാത്തത് മൂലം ബഹ്റൈൻ അടക്കം GCCകളിൽ നിന്ന് അയച്ച ഗ്രൂപ്പ് കാർഗോ കൊച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുകയാണെന്നും താരതമ്യേന ചെലവ് കുറഞ്ഞ സീ കാർഗോ നീക്കം നിലച്ചിരിക്കുകയാണെന്നും കാർഗോ ഏജൻസി ഉടമകൾ. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ച് നാട്ടിലേക്ക് അയച്ചിട്ടുള്ള പാഴ്സലുകൾ കൊച്ചിയിൽ കെട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവ ക്ലിയർ ചെയ്യാത്തതെന്നും കൊച്ചിയിലെ സീപോർട്ട് കസ്റ്റംസ് അധികൃതർ വെളിപ്പെടുത്തുന്നില്ല. പ്രവാസികൾ സ്വന്തം വീടുകളിൽ അയച്ച പാഴ്സൽ സാധനങ്ങളാണ് കൊച്ചിൻ സീപോർട്ട് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നത്. അവ കാലാവധി കഴിയുന്നതിന് മുൻപോ ചരക്കുകൾ നശിക്കുന്നതിന് മുൻപോ ഉടമകൾക്ക് എത്തിക്കാൻ പ്രവാസികാര്യ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെടണമെന്നും കാർഗോ കമ്പനി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കൊച്ചിൻ സീപോർട്ട് കസ്റ്റംസ് കമ്മീഷണറുടെ നയം മൂലം കാർഗോ കമ്പനികൾക്ക് കേരളത്തിലേക്കുള്ള കാർഗോ ഓർഡറുകൾ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ ചാർജിന്റെ 10 മടങ്ങ് തുക പോർട്ട് സ്റ്റോറേജ് ചാർജ് ഇനത്തിൽ മാത്രം അടച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുജോലിക്കാരടക്കമുള്ള സാധാരണക്കാരാണ് ചിലവ് കുറഞ്ഞ സീ കാർഗോയെ ആശ്രയിക്കുന്നത്. മാസങ്ങളായി അയച്ച സാധനങ്ങൾ ലഭിക്കാതെ അവർ വലയുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ബഹ്റൈനിലെയും മറ്റ് GCCകളിലെയും കാർഗോ കമ്പനികൾ അയച്ച ചരക്കുകളൊന്നും തന്നെ ഇതുവരെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല. സാധാരണ 18 മുതൽ 20 ദിവസങ്ങൾക്കുള്ളിലാണ് ഷിപ്പ് കാർഗോ വഴിയുള്ള ചരക്കുകൾ നാട്ടിലെത്തേണ്ടത്. ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളിലും ഒരേ നിയമം എന്നിരിക്കെ കൊച്ചിയിലെ പോർട്ട് ഓഫീസിൽ മാത്രം ചരക്കുകൾ വിട്ടുകൊടുക്കാത്തത് എന്താണെന്ന് വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും കാർഗോ ഉടമകൾ ആവശ്യപ്പെട്ടു. ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാരവം 2024 പോസ്റ്റർ കലവറ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സെപ്റ്റംബർ 27 ബാബ സിറ്റി സനദിൽ വെച്ചാണ് ഓണാരവം നടത്തപ്പെടുന്നത്. രാവിലെ 9 മുതൽ തുടങ്ങുന്ന പരിപാടികളിൽ ഓണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ഓണക്കളികളും ആസ്വാദകർക്ക് ദൃശ്യവിസ്മയം നൽകുന്ന മറ്റ് നിരവധി സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. കൂടാതെ വ്യത്യസ്ത വിഭവങ്ങളുടെ സ്വാദിഷ്ടമായ ഓണസദ്യയും നടക്കും. അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി, ജനറൽ സെക്രട്ടറി ജയേഷ് കുറുപ്പ്, ട്രഷറർ വർഗീസ് മോഡിയിൽ, പ്രോഗ്രാം കൺവീനർ സുനു കുരുവിള, ശ്യാം എസ് പിള്ള, സക്കറിയ സാമുവൽ, സുഭാഷ് തോമസ്, ബോബി പുളിമൂട്ടിൽ, വിനീത് VP, ഷീലു വർഗീസ്, സിജി തോമസ്, രഞ്ജു R, അജൂട്ടി കോശി, അനിൽകുമാർ, മോൻസി ബാബു, ലിജോ ബാബു, റെജി തോമസ്, ബിജോയ് P, വിനു KS, അഞ്ജു വിഷ്ണു, ദയാശ്യാം തുടങ്ങിയവർ സംബന്ധിച്ചു.
SNCS ഉമ്മുൽ ഹസം സി കേശവൻ ഏരിയ യൂണിറ്റിന്റെ 2024-25 പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം SNCS ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവീനർ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അജേഷ് കണ്ണൻ സ്വാഗതം ആശംസിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ ഡി, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത്, ഏരിയ കോർഡിനേറ്റർ സുനിൽ സുശീലൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി ട്രഷറർ സുരേഷ് രാമകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടനത്തിന് ശേഷം ഉമ്മുൽ ഹസം യൂണിറ്റിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. BMC സംഘടിപ്പിക്കുന്ന 30 ദിവസം നീളുന്ന ശ്രാവണ മഹോത്സവം 2024 ഓഗസ്റ്റ് 29 വൈകിട്ട് കൊടിയേറ്റത്തോടെ തുടങ്ങുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. പരിപാടികളുടെ നടത്തിപ്പിന് EV രാജീവൻ ചെയർമാനും രാജേഷ് പെരുങ്കുഴി ജനറൽ കൺവീനറുമായി 75 അംഗ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. കമ്മിറ്റിയിൽ മോനിയോടിക്കണ്ടത്തിൽ, സയ്യിദ് ഹനീഫ, അൻവർ നിലമ്പൂർ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരായും റിജോയ് അസിസ്റ്റന്റ് ജനറൽ കൺവീനറായും പ്രവർത്തിക്കും. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2024 ലോഗോ പ്രകാശനവും നടന്ന ചടങ്ങിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് സ്വാഗതം ആശംസിച്ചു. ശ്രാവണ മഹോത്സവം 2024 മുൻ വർഷങ്ങളിലെ പോലെ 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ നടത്താറുള്ള ഓണപ്പുടവ മത്സരം, ഓണപ്പാട്ട് മത്സരം, പൂക്കള മത്സരം, പായസ മത്സരം, തിരുവാതിര മത്സരം, വടംവലി എന്നിവ കൂടാതെ മലയാളി മങ്ക, കപ്പിൾ ഡാൻസ്, മിമിക്രി ആൻഡ് മോണോക്ട് എന്നീ മത്സരങ്ങളും ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ അറിയിച്ചു. അശ്വിൻ രവീന്ദ്രൻ ഓണപ്പാട്ട്, ദീപ്തി റിജോയ് പായസം, സുധീർ C ഓണപ്പുടവ, ജ്യോതിഷ് പണിക്കർ അത്തപ്പൂക്കളം, ഷാജി അറക്കൽ ടഗ് ഓഫ് വാർ, അശ്വിനി മലയാളി മങ്ക, അജീപി ജോയ് മിമിക്രി ആൻഡ് മോണോ ആക്ട്, തോമസ് ഫിലിപ്പ് തിരുവാതിര, സുമി ഷമീർ കപ്പിൾ ഡാൻസ്, ജേക്കബ് തോക്കുംതോട് ഫുഡ് ഫെസ്റ്റിവൽ എന്നിവരാണ് സംഘാടക സമിതിയിലെ മറ്റ് കൺവീനർമാർ. റിജോ മാത്യു നന്ദി രേഖപ്പെടുത്തി. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 36317657 എന്ന നമ്പറിലോ 36330921 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഗുരുവായൂർ ശബരിമല ക്ഷേത്ര സ്വത്ത് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്ന് അധികൃതർ. 124 കിലോ സ്വർണം, 72 കിലോ കല്ലടങ്ങിയ സ്വർണം, 6073 കിലോഗ്രാം പലതരം വെള്ളി എന്നിങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വത്തുണ്ട്. ഇത് ഭക്തരുടെ വഴിപാട് സമർപ്പണം, ഭണ്ഡാര വരവ് എന്നീ ഇനങ്ങളിലുള്ളതാണ്. 109 ഹെക്ടർ ഭൂമിയും സ്വന്തമായിട്ടുണ്ട്. ശബരിമലയിൽ 227 കിലോ സ്വർണമാണുള്ളത്. 2994 കിലോഗ്രാം വെള്ളിയുമുണ്ട്. ഇവയുടെ മൂല്യം കണക്കാക്കിയിട്ടില്ല. പൗരാണിക മൂല്യമുള്ള ഉരുപ്പടികളായതിനാൽ മൂല്യനിർണ്ണയം അസാധ്യമാണെന്നാണ് ഗുരുവായൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ നൽകുന്ന മറുപടി. കൊച്ചിയിലെ പ്രോപ്പർ ചാനൽ സംഘടനാ പ്രസിഡന്റ് MK ഹരിദാസിന് ഇരു ദേവസ്വങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് വിശദാംശങ്ങളുള്ളത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ ശനിയാഴ്ച രാത്രി പയ്യോളി സ്റ്റേഷനിൽ നിർത്താതിരുന്ന സംഭവത്തിൽ ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ. ട്രെയിൻ നിർത്തിയത് സ്റ്റേഷൻ വിട്ട് 2 കിലോമീറ്റർ അകലെയായിട്ടാണ്. പയ്യോളിക്കാണെന്ന് കരുതി യാത്രക്കാരിൽ പലരും ഇവിടെ ഇറങ്ങി. മറ്റുള്ളവർ വടകരയിലും. ദുരിതം നേരിട്ട യാത്രക്കാർ വടകര സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. തുടർന്ന് യാത്രക്കാർക്ക് റെയിൽവേ തന്നെ വാഹന സൗകര്യം ഏർപ്പെടുത്തി നൽകുകയായിരുന്നു. കനത്ത മഴയിൽ പയ്യോളി സ്റ്റേഷന്റെ ബോർഡ് ഡ്രൈവർക്ക് കാണാൻ കഴിയാതിരുന്നതാണ് പിഴവിന് കാരണമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കൺട്രോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ലോക്കോ പൈലറ്റിനെതിരെ അന്വേഷണം ആരംഭിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചു. മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.